വലിയ കോലാഹലത്തോടു കൂടി നമ്മുടെ CMA ഓൺലൈൻ എക്സാമിന്റെ ഫസ്റ്റ് ഫേസ് വളരെയധികം പ്രശ്നങ്ങളും ചർച്ചകളും ഒക്കെ ആയിട്ട് നടന്നിട്ടാണ് കഴിഞ്ഞതെങ്കിലും രണ്ടാമത്തെ റീഷെഡ്യൂൾഡ് എക്സാമിൽ പ്രത്യേകിച്ച് ബുദ്ധിമുട്ടൊന്നും ഇല്ലാതെ ഇന്നത്തോടു കൂടി എക്സാം ഫൈനലൈസ് ചെയ്തു. ഇനി ഞാനിപ്പോൾ പറയാൻ പോകുന്ന കാര്യങ്ങൾ എന്ന് പറഞ്ഞാൽ, കഴിഞ്ഞ ദിവസം ഞാനൊരു വീഡിയോ ഇട്ടിട്ട് ഞാൻ ചെറിയൊരു അലേർട്ട് നിങ്ങൾക്ക് തന്നിട്ടുണ്ടായിരുന്നു. ഈ പഠന സംബന്ധമായിട്ടുള്ള ഒരു കാര്യവുമായിട്ട് ബന്ധപ്പെട്ടിട്ടാണ് കഴിഞ്ഞൊരു വീഡിയോ ഇട്ടത്. ഇന്ന് ഞാൻ CMA ഇപ്പോൾ എക്സാം എഴുതി ഇന്റർമീഡിയറ്റും ഫൈനലും പഠിക്കുന്ന അല്ലെങ്കിൽ എക്സാം എഴുതി ഇനി റിസൾട്ട് വെയിറ്റ് ചെയ്യുന്ന ആൾക്കാരെ സംബന്ധിച്ച് പറയുന്നതാണ്. പൊതുവെ ഈ എക്സാം ഇങ്ങനെ ഓൺലൈൻ ആയതിനു ശേഷം പലപ്പോഴും നമ്മളെ പബ്ലിക് ഡൊമൈനിൽ പറഞ്ഞു കേട്ടിട്ടുള്ളതാണ്, ഇതിന്റെ വാല്യൂ കുറഞ്ഞു, അതിന്റെ ക്രെഡിബിലിറ്റി കുറഞ്ഞു, കോഴ്സിന്റെ സർട്ടിഫിക്കറ്റിന്റെ വാല്യൂ കുറഞ്ഞു, ദെൻ ജോലി കിട്ടാനുള്ള ചാൻസ് കുറവാണ് എന്നൊക്കെയാണ് പൊതുവെയുള്ള ഒരു ചർച്ച നടക്കുന്നത്. ആക്ച്വലി അങ്ങനെ ഒരു സംഭവം ഉണ്ടോ? അതുണ്ടോ ഇല്ലയോ എന്നറിയാൻ വേണ്ടിയിട്ട് നിങ്ങൾ വീഡിയോയുടെ അവസാനം വരെ ഒന്ന് കാണുക. വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഇത് മറ്റുള്ള ആൾക്കാർക്ക് ഷെയർ ചെയ്യുക. നിങ്ങൾക്ക് ഈ ചാനൽ കൊണ്ട് എന്തെങ്കിലും ഉപകാരം ഉണ്ടെന്ന് തോന്നുന്നുണ്ടെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. എനിക്കിന്ന് രണ്ട് കാര്യങ്ങളാണ് നിങ്ങളുടെ മുമ്പാകെ അവതരിപ്പിക്കാനുള്ളത്. ഒന്ന്, ഫൈനലൊക്കെ പഠിക്കുന്ന ആൾക്കാർ ഈ എക്സാം കഴിഞ്ഞിട്ട് എന്താണ് അവർ എക്സ്പെക്ട് ചെയ്യുന്നത് എന്നുള്ള ഒരു ചോദ്യത്തിന് സ്വന്തം ഒരു ഉത്തരം കണ്ടെത്തുക. രണ്ട്, ഈ പഠിക്കുന്ന കാര്യങ്ങളിൽ എന്തെങ്കിലും മാറ്റങ്ങൾ വരുത്താനുണ്ടോ എന്നുള്ളതാണ്. അപ്പോൾ കഴിഞ്ഞ 1.5 മാസത്തിനിടയിൽ 4 പ്രോഗ്രാമാണ് ഞാൻ വെച്ചത്. CMA കോഴ്സും അതിൻ്റെ ഓപ്പർച്യൂണിറ്റീസിനെ സംബന്ധിച്ചിട്ടുമാണ് ഞാൻ വെച്ചത്. അപ്പോൾ CMA കോഴ്സിന് അത്രമാത്രം ഓപ്പർച്യൂണിറ്റി ഉണ്ടോ എന്ന് ചോദിക്കുമ്പോൾ, നമ്മളൊരു കോഴ്സ് പഠിച്ച് അതിൻ്റെ സർട്ടിഫിക്കറ്റ് കിട്ടിയത് കൊണ്ട് മാത്രം നമ്മൾ ഉദ്ദേശിക്കുന്ന ഒരു ഓപ്പർച്യൂണിറ്റി കിട്ടിക്കൊള്ളണമെന്ന് നിലവിൽ അങ്ങനെ ഒരു കാര്യമില്ല. അപ്പോൾ നമ്മൾ ഓപ്പർച്യൂണിറ്റി ഉണ്ടോ എന്നുള്ള ചോദ്യത്തിന് ആദ്യം നിങ്ങൾ മനസ്സിലാക്കുക, ഇന്റർ കഴിഞ്ഞാലും ഫൈനൽ കഴിഞ്ഞാലും നമുക്ക് അത്യാവശ്യം ഓപ്പർച്യൂണിറ്റീസും ഈ പറഞ്ഞ ആൾക്കാർ ഉൾക്കൊള്ളാനുള്ള എല്ലാ സംഭവങ്ങളും നമ്മുടെ നാട്ടിലുണ്ട്. എംപ്ലോയ്മെന്റിന് ആൾക്കാർ ഇഷ്ടംപോലെ ആവശ്യമുണ്ട്. പക്ഷെ ചെറിയൊരു വിഷയമുള്ളതെന്ന് പറഞ്ഞാൽ, ഈ പഠിക്കുന്ന കുട്ടികൾക്ക് അതിനുള്ള കപ്പാസിറ്റി ഉണ്ടോ? അതിന് നമ്മൾ ഇംഗ്ലീഷിൽ പറയുന്ന പേര് എംപ്ലോയബിലിറ്റി എന്ന് പറഞ്ഞാണ്. ഇനി അവിടെ 2 പ്രശ്നങ്ങളാണ് വരുന്നത്. ഇപ്പോൾ CMA പഠിച്ചുകൊണ്ടിരിക്കുന്ന കുട്ടികളെ സംബന്ധിച്ചിടത്തോളം, ഇന്റർ കഴിഞ്ഞ ഒരു കുട്ടിയെ സംബന്ധിച്ചിടത്തോളം അവർക്ക് എന്തിന് പോകണം? ട്രെയിനിങ്ങിന് പോകണം. അപ്പോൾ പലപ്പോഴും വരുന്ന ചോദ്യം, കോപ്പറേറ്റീവ് സൊസൈറ്റിയിൽ പോകണോ, അല്ലെങ്കിൽ കോപ്പറേറ്റീവ് ബാങ്ക് പോകണോ, അല്ലെങ്കിൽ ഏതെങ്കിലും ഗവൺമെന്റിന്റെ മുനിസിപ്പാലിറ്റി, പഞ്ചായത്ത് അങ്ങനെയുള്ള സ്ഥലത്ത് പോയിട്ട് ട്രെയിനിങ് ചെയ്യണോ, അല്ലെങ്കിൽ ഏതെങ്കിലും CA കാരൻ്റെ അണ്ടറിൽ പോയിട്ട് പ്രാക്ടീസ് ചെയ്യണോ എന്നൊക്കെയാണ് പല കുട്ടികളും ചോദിക്കാറുള്ളത്. അല്ലെങ്കിൽ ഏതെങ്കിലും CMA ഫേമിൽ പോകണോ എന്നുള്ളതാണ്. അപ്പോൾ അവിടെ ഇതൊക്കെ എവിടെ പോകണം, എങ്ങനെ പോകണം എന്നൊക്കെ ചിന്തിക്കുന്നതിന് മുമ്പ് നമ്മൾ ഈ ഒരു ട്രെയിനിങ് കഴിഞ്ഞിട്ട് എന്താണ് ഉദ്ദേശിക്കുന്നത്? നമുക്കിപ്പം ഒരു സ്വന്തമായിട്ട് പ്രാക്ടീസ് ചെയ്യാനുള്ള ഫേമോ കാര്യങ്ങളൊക്കെയാണ്, സ്വന്തമായിട്ട് ചെയ്യാനാണ് ഉദ്ദേശിക്കുന്നത് എങ്കിൽ നമ്മുടെ ട്രെയിനിങ്ങിന്റെ ആ മെത്തഡോളജി ഒന്ന് മാറ്റണം. ഇനി നമ്മൾ ജോലിയാണ് അന്വേഷിക്കുന്നതെങ്കിൽ, CMA കഴിഞ്ഞിട്ട് സ്വന്തമായിട്ടൊന്നും പ്രാക്ടീസ് ഒന്നും ചെയ്യുന്നില്ല, നമ്മളൊരു ജോലിയാണ്, എംപ്ലോയ്മെന്റിലേക്ക് പോകാനാണ് ഉദ്ദേശിക്കുന്നതെങ്കിൽ, നമ്മൾ ഈ പഠിക്കുന്നതിൽ നിന്നും, പഠിക്കുന്നത് അക്കാഡമിക്കലി കുറേ സിലബസ് ഒക്കെ പഠിക്കുന്നുണ്ടെങ്കിലും അത് കഴിഞ്ഞിട്ട് ഈ ജോലിയിലേക്ക് എത്താൻ വേണ്ട ചില കാര്യങ്ങൾ അവിടെയോടൊക്കെ ലാക്കിംഗ് ആണ്. അതിനെ എങ്ങനെ ഓവർകം ചെയ്യാം എന്നുള്ളതാണ് നമ്മൾ പ്രധാനമായിട്ട് പഠിക്കേണ്ടത്. അപ്പോൾ അതിനെക്കുറിച്ച് മാത്രമാണ് ഞാനിത് പറയുന്നത്. അപ്പോൾ 2 കാര്യങ്ങളാണ് ഉള്ളത്. ഒന്ന്, ഞാൻ ഇതുമായി ബന്ധപ്പെട്ട് CMA ഓപ്പർച്യൂണിറ്റീസിനെ കുറിച്ചും അതിൻ്റെ ഒരു കരിയർ പോസിബിലിറ്റീസിനെ കുറിച്ചും നമ്മൾക്കുള്ള ലാക്കിങ്ങിനെ കുറിച്ചും ഒരു ഓൺലൈൻ പ്രോഗ്രാം വെക്കുന്നുണ്ട്. അതിൻ്റെ ആ ഒരു പരിപാടിയിലേക്ക് പങ്കെടുക്കാൻ താല്പര്യമുണ്ടെങ്കിൽ താഴെ ഞാനൊരു വാട്സപ്പിൻ്റെ ലിങ്ക് കൊടുക്കുന്നുണ്ട്. നിങ്ങൾ അതിനകത്ത് എന്ത് ചെയ്യുക, ജോയിൻ ചെയ്യാം. മുമ്പ് പരിപാടിയിൽ അറ്റൻഡ് ചെയ്ത ആൾക്കാരൊക്കെ ആ ഗ്രൂപ്പിലുണ്ടാവും. നിങ്ങൾക്ക് അവരുമായിട്ട് എന്ത് ചെയ്യാം, സംവദിക്കാം. ദാറ്റ്സ് ഫസ്റ്റ് പോസിബിലിറ്റി. ഇനി എംപ്ലോയ്മെന്റിനാണ് നിങ്ങൾ ഉദ്ദേശിക്കുന്നതെങ്കിൽ, പൊതുവെ CMA ഇന്റർ കഴിഞ്ഞാൽ തന്നെ അത്യാവശ്യം ജോബ് ഓപ്പർച്യൂണിറ്റീസ് നമ്മുടെ നാട്ടിലുണ്ട്. KPO, BPO അതേപോലെയുള്ള നല്ല കമ്പനികൾ തന്നെ ഇന്റർമീഡിയറ്റ് കഴിഞ്ഞ ആൾക്കാരെ റിക്രൂട്ട്മെന്റ് ചെയ്യാറുണ്ട്. പക്ഷെ പലപ്പോഴും പ്രശ്നം വരുന്നത് എവിടെയാണെന്ന് വെച്ചാൽ, ഒരു എംപ്ലോയ്മെന്റിലേക്ക് പോകുമ്പോൾ നമ്മളൊരു ജോലിയിലേക്ക് ആദ്യം കയറുക എന്നുള്ളതാണ് ഫസ്റ്റത്തെ ടാസ്ക്. ഈ ഫസ്റ്റത്തെ ടാസ്കിൽ നമുക്ക് മനോവിഷമത്തോടു കൂടിയേ പറയാൻ പറ്റുള്ളൂ. മലയാളി കുട്ടികൾ ഭയങ്കര ബ്രില്യൻ്റ് ആണ്, ന്യൂമറിക്കലി അവർ നല്ല സ്കിൽഡ് ആണ്, അനാലിറ്റിക്കൽ സ്കില്ലും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിലും നമ്മുടെ ഒരു കമ്മ്യൂണിക്കേഷൻ സ്കില്ല് കമ്പാരിറ്റീവ്ലി മറ്റുള്ള സ്റ്റേറ്റിലെ കുട്ടികളെ അപേക്ഷിച്ച് കുറവായിട്ടാണ് കാണുന്നത് എന്ന് ഞാൻ പറഞ്ഞതല്ല. ഞാനുമായിട്ട് ബന്ധപ്പെട്ട പല കമ്പനികളിലെയും HR, ഹ്യൂമൻ റിസോഴ്സ് റിക്രൂട്ട് ചെയ്യുന്ന ആൾക്കാർ പലപ്പോഴും പറഞ്ഞിട്ടുള്ളതാണ്. അവർ അതിന് ലൈവായിട്ട് കുറേ എക്സാമ്പിൾസ് ഒക്കെ എനിക്ക് എന്ത് ചെയ്തിട്ടുണ്ട്, കാണിച്ചു തന്നിട്ടുണ്ട്. അത് പബ്ലിക് ഡൊമൈനിൽ കാണിച്ചാൽ എനിക്കും ഇത് CMA കോഴ്സ് പഠിക്കുന്ന മറ്റുള്ള ആൾക്കാർക്കൊക്കെ അതൊരു നെഗറ്റീവായിട്ട് ഫീൽ ചെയ്യും. അതുകൊണ്ടാണ് ഞാൻ അതിൻ്റെ സ്ക്രീൻഷോട്ടോ കാര്യങ്ങളൊന്നും കാണിക്കാത്തത്. അപ്പോൾ പലപ്പോഴും ജോലി ഉണ്ടോ, അല്ലെങ്കിൽ നമ്മളൊരു ട്രെയിനിങ്ങിന് കയറുമ്പോൾ നമുക്ക് അതിനുള്ള ഓപ്പർച്യൂണിറ്റീസ് ഉണ്ടോ, പിന്നെ ശമ്പളത്തിൻ്റെ കാര്യം, അങ്ങനെ കുറേ കാര്യങ്ങളുണ്ട്. അതിൻ്റെ ഇടയിൽ ചെറിയൊരു കാര്യം പറഞ്ഞാണ്,
നമുക്ക് ഇന്റർവ്യൂ കഴിഞ്ഞാൽ തന്നെ ഓപ്പർച്യൂണിറ്റി ഉണ്ടോ? ഇന്റർവ്യൂ കഴിഞ്ഞാൽ തന്നെ അത്യാവശ്യം നല്ല നല്ല കമ്പനികൾ റിക്രൂട്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ അവർക്ക് എന്തായാലും ഒരു ഇന്റർവ്യൂ എന്ന് പറഞ്ഞിട്ട് ഒരു ഫസ്റ്റ് ഘട്ടം ഉണ്ടാവും. ഇന്റർവ്യൂ എന്ന് പറഞ്ഞാൽ 3-4 റൗണ്ടായിട്ടാണ് ഇന്റർവ്യൂ ഉണ്ടാവുക. എന്തായാലും ഒരു നല്ല കമ്പനി ആകുമ്പം അവരുടെ ഫസ്റ്റത്തെ ടെസ്റ്റ് എന്ന് പറയുന്നത് റിട്ടൺ എക്സാം ആണ്. ഈ റിട്ടൺ എക്സാമിൽ പലപ്പോഴും പല കുട്ടികളും പാസ്സാവാറില്ല. CMA ഇന്റർമീഡിയറ്റ് കഴിഞ്ഞാലും ഈ റിട്ടൺ എക്സാം പാസ്സാവുന്ന കുട്ടികളുടെ എണ്ണം കമ്പാരിറ്റീവ്ലി കുറവാണ്. പക്ഷെ അതിന്റെ ഏറ്റവും വലിയ വിരോധാഭാസം എന്താന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ റിട്ടൺ എക്സാമിൽ വളരെ ബേസിക് ആയിട്ടുള്ള അക്കൗണ്ടൻസി, കോസ്റ്റിംഗ്, അതേപോലെ GST, ഇൻകം ടാക്സ്, ഈ ഭാഗത്തു നിന്നൊക്കെയാണ് പൊതുവെ എക്സാമിന്റെ ക്വസ്റ്റ്യൻസ് ഉണ്ടാവാറുള്ളത്. പക്ഷേ വളരെ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളിൽ പോലും നമ്മുടെ കുട്ടികൾക്ക് ധാരണ കുറവാണ് എന്നുള്ളതാണ് ഒരു സത്യാവസ്ഥ. എന്തുകൊണ്ട് ആ ധാരണ കുറയുന്നു എന്ന് ചോദിച്ചാൽ നമ്മൾ ഒരു പാറ്റേൺ പഠിച്ചു പോകുന്ന കുട്ടികളാണ്. എക്സാം പാസ്സാകാൻ വേണ്ടിയിട്ട് വളരെ ഫോക്കസ്ഡ് ആയിട്ട് നമ്മുടെ സ്റ്റഡി മെറ്റീരിയലും അതിൻ്റെ കാര്യങ്ങളൊക്കെയാണ് പഠിച്ചു പോകുന്നതെങ്കിലും നമുക്ക് ബേസിക് ആയിട്ട് സബ്ജക്റ്റിന് ബേസിക് ആയിട്ട് വേണ്ട ബേസിക് ആയിട്ടുള്ള നോളജിൽ അവിടെ ഇവിടെയൊക്കെ ലാക്കിങ് വരാറുണ്ട്. അതുകൊണ്ട് അങ്ങനെയുള്ള ക്വസ്റ്റ്യൻ റിട്ടൺ എക്സാമിന് ചോദിച്ചാൽ പല ആൾക്കാരും തെറ്റിച്ച് പോവാറാണ് പതിവ്. സോ അത് കഴിയുമ്പോൾ തന്നെ നമ്മളെ ഒരു പകുതി അവിടെ തീർന്നു. രണ്ടാമത്തെ ഒരു പ്രധാനപ്പെട്ട പ്രശ്നം എന്ന് പറയുന്നത് നമുക്ക് കാര്യങ്ങൾ അറിയാമെങ്കിലും അതൊന്ന് കൺവേ ചെയ്യാനുള്ള ഒരു ആറ്റിറ്റ്യൂഡ് കമ്പാരിറ്റീവ്ലി കുറവാണ്. നമ്മൾ പറഞ്ഞാൽ തെറ്റിപ്പോകുമോ എന്ന് വിചാരിച്ചിട്ട് പല കാര്യങ്ങളും ഹൈഡ് ചെയ്ത് വെക്കാറാണ് പതിവ്. അറ്റ്ലീസ്റ്റ് ഒരു ബേസിക് ഇന്റർവ്യൂവിന് വേണ്ട ഒരു പ്രിപ്പറേഷൻ പോലും നല്ല രീതിയിൽ നടത്താതെയാണ് പല കുട്ടികളും ഇന്റർവ്യൂവിന് പോവാറുള്ളത്. പ്രിപ്പറേഷൻ നടത്താതെയാണ്. ഞാനിവിടെ പറഞ്ഞത് നമുക്ക് ഭയങ്കര ലാംഗ്വേജ് സ്കില്ല് വേണം, അതൊന്നുമല്ല ഞാനിവിടെ പറഞ്ഞത്. ഒരു ഇന്റർവ്യൂവിന് പോകുന്ന സമയത്ത് ആ ഇന്റർവ്യൂവിന് ഏകദേശം എന്തൊക്കെ കാര്യങ്ങൾ ചോദിക്കും, ഒരാളോട് എങ്ങനെ നമുക്ക് സംസാരിക്കാം, നമ്മുടെ കാര്യങ്ങൾ എങ്ങനെ മറ്റൊരാളെ കൺവിൻസ് ചെയ്യുന്ന രീതിയിൽ പ്രസന്റ് ചെയ്യാം എന്നുള്ള കാര്യങ്ങളെക്കുറിച്ച് മാത്രമാണ്. അപ്പോൾ അതിന് വളരെയധികം കുട്ടികൾക്ക് ലാക്കിംഗ് ഉണ്ട്. അപ്പോൾ അത് ഓവർകം ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു എക്സ്ട്രാ പ്രോഗ്രാം, ഇന്റർ കഴിഞ്ഞിട്ട് ഫൈനൽ കഴിഞ്ഞിട്ടും ജോലിയാണ് അന്വേഷിക്കുന്നത് എങ്കിൽ ഒരു അത്യാവശ്യം നമ്മുടെ ഈ കൊമേഴ്സ്, അക്കൗണ്ട്സ്, ഫൈനാൻസ് പോലെയുള്ള മേഖലകളിലാണ് റിക്രൂട്ട്മെന്റ് നടക്കുന്നതെങ്കിൽ അവരൊരു ജനറലി ഒരു 70-80% ഒരു പ്രോപ്പർ പാറ്റേണിലായിരിക്കും അതിന്റെ ഇന്റർവ്യൂ പ്രോസസ്സ് ഉണ്ടാവുക. അതിൽ വേണ്ട അത്യാവശ്യം അക്കാഡമിക്കും നമ്മൾ എന്തൊക്കെ കാര്യങ്ങൾ ബേസിക്കായിട്ട് ഇന്റർവ്യൂവിൽ ശ്രദ്ധിക്കണമെന്നും ബേസിക് ആയിട്ട് ഇന്റർവ്യൂവിന് ക്വസ്റ്റ്യൻസ് വരുമ്പോൾ നമ്മളതിനെ എങ്ങനെ അപ്രോച്ച് ചെയ്യണമെന്നുണ്ടും ഒരു CV എങ്ങനെ അയക്കണം, അതേപോലെ ഇമെയിൽ എങ്ങനെ അയക്കണം എന്നുള്ളതിനെ കുറിച്ചൊക്കെ കൂടി അതിൻ്റെ ഒരു പ്രോഗ്രാം എക്സ്ട്രാ വെക്കുന്നുണ്ട്. അതിൻ്റെ ഒരു ഗൂഗിൾ ഫോം ഞാൻ ഈ ഡിസ്ക്രിപ്ഷനിൽ എന്ത് ചെയ്യുന്നുണ്ട്, കൊടുക്കുന്നുണ്ട്. ഒന്നാമത്തെ കാര്യം, CMA പഠിച്ചുകൊണ്ടിരിക്കുന്ന കുട്ടികളെ സംബന്ധിച്ച് ഒരു നെഗറ്റീവ് തോട്ട് ഉണ്ടാവും. CMA പഠിച്ചിട്ട് അതിൻ്റെ കോഴ്സിൻ്റെ വാല്യൂ കുറഞ്ഞു എന്നുള്ളത്. അതൊന്ന് നിങ്ങൾക്ക് റെക്ടിഫൈ ചെയ്തു തരാം എന്നുള്ള ഉദ്ദേശത്തോടു കൂടി CMA കരിയറുമായി ബന്ധപ്പെട്ടൊരു ഗ്രൂപ്പ് ഉണ്ട്. ആ ഗ്രൂപ്പിൻ്റെ വാട്സപ്പ് നമ്പർ ഞാൻ അവിടെ കൊടുത്തിട്ടുണ്ട്. ഇനി നിങ്ങൾ ജോലി അന്വേഷിച്ച് മുന്നോട്ട് കരിയർ ബിൽഡ് ചെയ്യാൻ ആഗ്രഹിക്കുന്ന ആൾക്കാരാണെങ്കിൽ ആ കരിയറുമായി ബന്ധപ്പെട്ടിട്ട് വേണ്ട ഏറ്റവും ബേസിക് ആയിട്ടുള്ള ഒരു ജോലി അന്വേഷിക്കുന്ന ഒരു കുട്ടി നിർബന്ധമായിട്ടും ചെയ്തിരിക്കേണ്ട കാര്യങ്ങളും അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങളെയും ഉൾപ്പെടുത്തിയിട്ട് ഒരു കോഴ്സ് മോഡ്യൂൾ ചെയ്തിട്ടുണ്ട്. ആ മോഡ്യൂളിൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങളും ഞാൻ അതിൻ്റെ ഒരു ഗൂഗിൾ ഷീറ്റും താഴെ എന്ത് ചെയ്യുന്നുണ്ട്, ഇടുന്നുണ്ട്. ഇത് ഫ്രീ അല്ല കേട്ടോ, ഒരു പെയ്ഡ് പ്രോഗ്രാമാണ്. ഹ്യൂജ് എമൗണ്ട് ഒന്നുമില്ല, പക്ഷെ ഒരു അത്യാവശ്യം നമ്മൾ ജോലി അന്വേഷിക്കുന്ന ആൾക്കാരാണെങ്കിൽ ഇങ്ങനെയുള്ള കാര്യങ്ങളെക്കുറിച്ച് വ്യക്തമായിട്ട് ധാരണ ഉണ്ടായിരിക്കണം. CMA അല്ല, ഈ BCom പഠിച്ച ആൾക്കാർക്ക് പോലും നല്ല ഓപ്പർച്യൂണിറ്റി നമ്മുടെ നാട്ടിലുണ്ട്. ബട്ട് അതിലേക്ക് എത്താനുള്ള ചെറിയ 1-2 കാര്യങ്ങളിൽ ലാക്കിംഗ് ഉണ്ട്. ആ ലാക്കിങ് എങ്ങനെ നമുക്ക് ഓവർകം ചെയ്ത് നമ്മളെ ഒന്ന് മറ്റുള്ള ആൾക്കാരുടെ മുന്നിൽ പ്രസന്റബിൾ ആക്കാം എന്നുള്ളതിനെ കുറിച്ചുള്ള ഒരു പ്രോഗ്രാമാണ്. അതിന് വേണ്ട താല്പര്യമുള്ള ആൾക്കാരുണ്ടെങ്കിൽ ആ ഗൂഗിൾ ഷീറ്റ് ഒന്ന് ഫില്ല് ചെയ്യുക. ഇതാണ് എനിക്ക് പറയാനുള്ളത്. പിന്നെ CMA പഠിച്ചിട്ട് ഓപ്പർച്യൂണിറ്റി ഉണ്ടോ ഇല്ലയോ എന്ന് ചോദിച്ചാൽ ബേസിക് ആയിട്ടുള്ള പ്രശ്നം എന്ന് പറഞ്ഞാൽ നമ്മൾ എവിടെയും പ്രസന്റബിൾ ആവുന്നില്ല എന്നുള്ളതാണ്. എല്ലാവരും അങ്ങനെയാണെന്ന് ഞാൻ അടുത്ത ഈ പറയുമ്പോൾ CMA-കാരെല്ലാം മോശം, CA-കാരെല്ലാം നല്ലതെന്നുള്ള ചിന്തയല്ല. മലയാളികളുടെ നമ്മുടെ ഒരു സിസ്റ്റം മോൾഡ് ചെയ്തിരിക്കുന്ന ആ ഒരു രീതിയിലാണ് പലപ്പോഴും ഉണ്ടാകുന്ന പ്രശ്നം. നമുക്ക് കാര്യങ്ങൾ അറിയാമെങ്കിലും മറ്റുള്ളവരുടെ മുന്നിൽ അത് കൺവേ ചെയ്യാനുള്ള ഒരു ആറ്റിറ്റ്യൂഡിന്റെ ഒരു പ്രോബ്ലം അവിടെ ഇവിടെയൊക്കെ ആയിട്ട് കാണാറുണ്ട്. അതിനെ എങ്ങനെ ഓവർകം ചെയ്യാം എന്നുള്ളതിനെ കുറിച്ചാണ് ആ പ്രോഗ്രാം. മറ്റേത് നമുക്ക് CMA എന്ന് പറഞ്ഞൊരു കോഴ്സ് എടുത്തിട്ട് നിങ്ങൾ പെട്ടുപോയോ, നിങ്ങൾക്കിത് മോശമായിട്ടാണോ വരിക, നിങ്ങളുടെ ഭാവിയിൽ ഇത് ഉപകരിക്കുമോ എന്നൊക്കെ ചെറിയ കൺഫ്യൂഷനുള്ള ആൾക്കാരെ സംബന്ധിച്ചിടത്തോളം അത് അങ്ങനെയല്ല എന്ന് നിങ്ങളെ ബോധിപ്പിക്കാൻ വേണ്ടിയിട്ട് കരിയറുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ഒരു ഗ്രൂപ്പാണ്. അതിൻ്റെ വാട്സപ്പ് ലിങ്കാണ്. അവിടെ അത്യാവശ്യം ഓൺലൈൻ പ്രോഗ്രാമുകളും കാര്യങ്ങളൊക്കെ നടക്കും. എല്ലാം അൾട്ടിമേറ്റ്ലി ഫ്രീ അല്ല. ചില കാര്യങ്ങളിൽ ചെറിയൊരു ഇൻവെസ്റ്റ്മെന്റ് നിങ്ങളുടെ ഭാഗത്തുനിന്ന് വരും. താല്പര്യമുള്ളവരുണ്ടെങ്കിൽ ജോയിൻ ചെയ്യുക. ബൈ.